ഇന്ന് നിങ്ങളുടെ മധ്യയിൽ ആയിരിക്കാൻ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്പെഷ്യലി ഗ്ലോബൽ മിഷനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പല പ്രാവശ്യമായി എനിക്ക് അവസരം തരികയും ശുശ്രൂഷിക്കാനുള്ള അവസരം തരികയും ഒക്കെ തന്ന ഇതിന്റെ ലീഡർഷിപ്പിനോടും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മളായിരിക്കുന്ന ഒരു സ്പെഷ്യൽ തീമുമായിട്ടാണല്ലോ നമ്മളായിരിക്കുന്നത്. തീമിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് നല്ല ഒരു തീമാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. എന്നാലും എന്തായാലും നിങ്ങൾ ആ വിഷയത്തെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഒക്കെയും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം തന്നെ അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിൽ വരട്ടെ. ഹോപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് വളരെ ആവശ്യമുള്ള ഒരു വിഷയമാണ്. ഹോപ്പ് ഇല്ലെങ്കിൽ എന്ന് പറയും ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. ഹോപ്പ്ലെസ് സിറ്റുവേഷൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ ഹോപ്പ് വേണം. ഹോപ്പില്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ഒരു രോഗിയെ കാണാൻ പോയാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് അവരെ നിരാശപ്പെടുത്തുകയല്ല ചെയ്യുന്ന, അവരെ ധൈര്യപ്പെടുത്താനായിട്ട് നമ്മൾ വാക്കുകളാവാൻ. ആരെ കണ്ടാലും ആരെങ്കിലും ജോലി നഷ്ടപ്പെട്ടു നമ്മൾ എന്നാ പോയി പറയുന്നത്? നമ്മൾ ചെന്ന് പറയും വിഷമിക്കണ്ട, ദൈവമുണ്ട് കൂടെ, ദൈവം ഇതിനെക്കാട്ടിലും നല്ല ജോലി ഒരുക്കി തരും, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് തളർന്നു പോകാതെ ഇരിക്കാനും അവരെ മാനസികമായിട്ട് തളർന്നു പോകാതിരിക്കാൻ അവരെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ഹോപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ചിലപ്പോൾ ഡിപ്രഷനിൽ പോകും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു വരും. ഇതെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു നിരാശയുടെ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പിന്റെ ഇമ്പോർട്ടൻസ് മനുഷ്യ ജീവിതത്തിൽ എന്താണെന്നുള്ളതിന്റെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഹോപ്പ് ഫിൽഡ് ക്രിസ്ത്യൻ ലിവിങ് ആണ്. അപ്പോൾ ഒരു ക്രിസ്ത്യന്റെ ജീവിതത്തിലുള്ള ഹോപ്പും മറ്റുള്ള ഹോപ്പുമായിട്ടൊക്കെ, അപ്പൊ മറ്റുള്ളവർ വെച്ചിരിക്കുന്നത് പ്രത്യാശ പോലെയല്ല, നമ്മുടെ പ്രത്യാശ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതാണ് ഇന്നത്തെ വിഷയം. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഞാനും പല കഷ്ടതയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോയതാണ്. അപ്പോൾ ഈ വിഷയം എന്നെ ബാധിച്ച ഒരു വിഷയമാണ്. എന്നാൽ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല, ഇതിനു മുമ്പ് അത്ര സ്റ്റഡി ചെയ്തിട്ടില്ല. ഈ ഒരു ടോപ്പിക് വന്നപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ കൂടെ പ്രത്യാശയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, അതൊന്നും വിഷയമല്ല. പക്ഷെ ഹോപ്പ് ഫിൽഡ് ക്രിസ്ത്യൻ ലിവിംഗ് എന്ന് മാത്രം എടുത്ത് സംസാരിക്കുവാനായിട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തിക്കുവാൻ അവസരം കിട്ടി, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഹോപ്പ് എന്ന് ഇംഗ്ലീഷിൽ ഹോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ അന്വേഷിച്ചപ്പോൾ രണ്ട് വാക്കാണ് കൂടുതലായിട്ട് വന്നത്. ഒന്ന് ആശ, വേറെ ഒന്ന് പ്രത്യാശ. ഇത് രണ്ടും ഹോപ്പിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് വരും. രണ്ടും സിമിലർ സെയിം മീനിങ് ആണ്. സിമിലർ നല്ല സെയിം മീനിങ് തന്നെയാണ്. അത് അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ
പ്രത്യാശ എന്നുള്ള വാക്ക് പ്രത്യേകമായിട്ടും കർത്താവിന്റെ രണ്ടാം വരവും നിത്യത്തെക്കുറിച്ചും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഈ ലോകത്തിലുള്ള കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്, മലയാളം വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പലരോടും ചോദിച്ചു, ഈ വേർഡിന്റെ അർത്ഥം എന്തുവാ, രണ്ടും രണ്ടാണെന്നോ, ആശയം പ്രത്യാശയം? എല്ലാവരും കൺഫ്യൂഷനാണ് പറഞ്ഞത്. എന്നാൽ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാവരും പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ആശയം, ആശ എന്ന് പറയുന്നത് നമ്മളിപ്പോ ആശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങളൊക്കെ എവിടുത്തെയാണ്. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്തപ്പോൾ ഒരു പക്ഷേ എന്നെക്കാട്ടിലും കൂടുതൽ അറിവുള്ളവർ ഈ കൂട്ടത്തിൽ കാണുമായിരിക്കും. എന്നാൽ എന്റെ ചുരുങ്ങിയ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ട് മാത്രമല്ല, ഇതിനോട് ചേർന്ന് വേറെ വാക്കുകളുണ്ട്. ഒന്ന് പ്രതീക്ഷിക്കുക, ഇംഗ്ലീഷിൽ എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതും സിമിലർ മീനിങ്, ഒരു അടുത്ത സിനോണിം ആയിട്ട് വരുന്നതാണ്. അതിനകത്തും ആശയമുണ്ട്, പ്രതീക്ഷയിലും ആശയമുണ്ട്. വേറെ ഒരു, അപ്പം ആശിക്കുക, പ്രത്യാശിക്കുക, പ്രതീക്ഷിക്കുക. വേറെ ഒരു നാലാമത്തെ വാക്കാണ് ആഗ്രഹിക്കുക. അതും നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. അടുത്ത മീനിങ് ആകട്ടോ, എക്സാക്ട് മീനിങ് അല്ല പറയുന്നത്, ഹോപ്പിന്റെ എക്സാക്ട് മീനിങ് അല്ല പറയുന്നത്. ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഡിസയർ ആണ്. പക്ഷെ ഞാൻ ആ വാക്ക് എടുത്തിടുന്നത് കാരണം ഈ എല്ലാ വാക്കുകളും കിടന്ന് ലോകരുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ കിടന്ന് കളിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ഇതെല്ലാം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ് വരുമ്പോഴത്തേന് ഇതെല്ലാം ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. ഇന്നത്തെ പഠനത്തിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. വേറെ ഒരു വാക്കുണ്ട്, മോഹിക്കുക. മോഹിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ അത് തെറ്റായ കാര്യങ്ങളല്ലേ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ ജനിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള വാക്കല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ന് വരാം. എന്നാൽ ഇത് അങ്ങനെ നെഗറ്റീവായിട്ട് വരുന്ന കാര്യമല്ല. ഒരു വാക്യം നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു വാക്ക് ഞാൻ എടുക്കുന്നത്, ആശിക്കുന്നതിന്റെ ഉറപ്പ്. അപ്പോൾ ഈ 11-ാം അധ്യായം മൊത്തം ചർച്ച ചെയ്യുന്നത് പ്രത്യാശയെക്കുറിച്ചാണ്, നിത്യതയെക്കുറിച്ചാണ്. ഇതിന്റെ മെയിൻ തീം അതിനകത്തുള്ളത് നിത്യതയെക്കുറിച്ചാണ്. നമ്മുടെ പിതാക്കന്മാര് അവര് വിശ്വസിച്ച് അതിനു വേണ്ടി കാത്തിരുന്നു, പക്ഷെ അവർക്ക് ലഭിച്ചില്ല. എന്നാൽ അവരോടൊപ്പം നമ്മൾ പ്രാപിക്കും. നമ്മളോടൊപ്പമേ അവർക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു തീമാണ് ഈ 11-ാം അധ്യായത്തിൽ. അപ്പോൾ പ്രത്യാശയാണ് അവിടുത്തെ വിഷയം. എന്നാൽ ഇവിടെ പറയുന്ന എന്തുവാ? ആശിക്കുന്നതിന്റെ ഉറപ്പ്. അപ്പോൾ ആശിക്കുക എന്ന് പറയുമ്പോഴത്തേന് ആശ അവിടെ വന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഇത് സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത്, ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് ചിന്തിക്കുമ്പോഴത്തേന് ആൾക്കാരുടെ മനസ്സിൽ വരുന്ന, സാധാരണക്കാരുടെയാ ഞാൻ പറയുന്നത്, വലിയ സ്കോളേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്. ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറയുമ്പോഴത്തേന് മോഹിക്കുന്നതിന്റെ ഉറപ്പെന്നാണ് മനസ്സിൽ. ഒത്തിരി പേര് അങ്ങനെ മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത് അതിനെ വിശ്വാസമാക്കി മാറ്റുകയും ചെയ്തു.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ആഗ്രഹം, മോഹം, പ്രതീക്ഷ, ആശ, പ്രത്യാശ, ഈ എല്ലാ കാര്യങ്ങളും കിടന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്നാ പിന്നെ എന്തുവാണ് നമ്മൾ ആശിക്കേണ്ടത് അല്ലെങ്കിൽ പ്രത്യാശിക്കേണ്ടത് എന്തുവാണ്? വാട്ട് വി ഷുഡ് ട്രസ്റ്റ് ഓൺ ഓർ ഹോപ്പ് ഫോർ, വാട്ട് വി ഷുഡ് ഹോപ്പ് ഫോർ ആൻഡ് വാട്ട് വി ഷുഡ് നോട്ട് ഹോപ്പ് ഫോർ. കാരണം ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആശിച്ചു, അത് ലഭിച്ചില്ലെങ്കിലോ? നമ്മൾ നിരാശയെ കടന്നു. ഒത്തിരി അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. ആശിക്കുന്നു, പലത് പറയുന്നു, കിട്ടും 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 എന്ന് പറയും, കിട്ടാതെ വരുമ്പോഴത്തേന് നിരാശയിരിക്കും. ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ, അതിനൊന്നും ഞാൻ വിവരിക്കുന്നില്ല, എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം UK ഈ കോവിഡിന്റെ സമയത്താണ് ഒരു ദേവദാസൻ മരിച്ചു. കോവിഡ് വന്ന് മരിച്ചു, യങ്ങൊരു ദേവദാസൻ. എന്നാൽ അനേകർ പറയുകയും ചെയ്തു മരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു, ആശ്വാസത്തിന്റെ വാക്കുകളെല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്നാൽ അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ അവിടുത്തെ യൂത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. വൈ ഇറ്റ് ഷുഡ് ഹാപ്പൻ? കാരണം അവരങ്ങനെ മോഹിച്ചായിരുന്നു, ആശിച്ചായിരുന്നു. അങ്ങനെ അതുപോലെ പലരും പറഞ്ഞായിരുന്നു മരിക്കുകയില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അതിനുള്ള കാരണം. പക്ഷേ അത് നടന്നില്ല. നടക്കാതെ വന്നപ്പോഴത്തേന്, ആശിച്ചത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന്, അത് വലിയൊരു നിരാശയിലേക്കാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആശിച്ച് കച്ചിത്തുമ്പിനെ പിടിച്ചു വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് തെന്നിപ്പോകുന്നത്. അപ്പൊ തെന്നിപ്പോയി കഴിയുമ്പോഴത്തേന് പിന്നെ എന്തുവാ? നിരാശയിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ഡേഞ്ചറാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനത്തെ ആശകളൊന്നും പാടില്ല. അപ്പോൾ എന്തുവാണ് ആശിക്കാൻ പാടില്ല, എന്തുവാണ് ആശിക്കേണ്ടത്, അല്ലെങ്കിൽ വാട്ട് വി ഷുഡ് ഹോപ്പ് ഫോർ ആൻഡ് വാട്ട് വി ഷുഡ് നോട്ട് ഹോപ്പ് ഫോർ. ഒരു വാക്യം വായിക്കാം, 1 തിമോത്തി 6:17. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ഒന്നും എടുത്തു പറയാൻ പറ്റത്തില്ലെങ്കിലും ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തി 6:17 ഒന്ന് വായിച്ചിട്ട്. ഇതിനകത്ത് ആശിക്കാൻ പാടില്ലാത്ത കാര്യമുണ്ട്, ആശിക്കേണ്ടതുമുണ്ട്. രണ്ടും ഒന്ന് നമുക്ക് നോക്കാം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത് എന്തിലാണ് ആശിക്കാതിരിക്കേണ്ടത്? പറയുന്ന ധനത്തിൽ ആശിക്കരുത്, എന്നാൽ ദൈവത്തിൽ ആശിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഈ രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത്. ധനത്തിൽ ആശ്രയിക്കരുത്. എന്തുകൊണ്ടാ ധനത്തിൽ ആശ്രയിക്കരുത് എന്ന് പറയുന്നത്? കാരണം നിശ്ചയത ഇല്ലാത്ത, അങ്ങനെയല്ലേ അതിന്റെ ധനത്തെ കുറിച്ച് പറയുന്നത്? എന്നാ അവിടെ വാക്ക് പറയുന്നത്? നിശ്ചയത ഇല്ലാത്ത, അങ്ങനെ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. കാരണം മലയാളം ഞാൻ വായിച്ച് ഇത് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് വായിച്ച് നിശ്ചയമില്ലാത്ത. കാരണം ധനത്തിൽ നിശ്ചയമില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞ ഇറ്റ് ഈസ് സ്ലിപ്പറി, വഴുതി പോകുന്നവ. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ നമ്മൾ ആശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തക്ക സമയത്ത് ചിലപ്പോൾ വഴുതിപ്പോവും, കയ്യിൽ തെന്നിപ്പോവും. അത് അതിന്റെ ഫലം കാണത്തില്ല.
ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ധനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതുപോലത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അത് ആശിച്ച് അതിന് പേര് ആശ്രയിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിശ്ചയമില്ല. There is no certainty in it. അതിന് ഉറപ്പില്ല. അങ്ങനെ വരുമ്പോ എന്താ പറ്റുന്നത്? നമ്മുടെ ജീവിതം അതിൽ ആശ്രയിച്ച് പോയി കഴിയുമ്പോഴത്തേന് നമ്മളാണ് പോയി പെട്ടുപോകുന്നത്. കോവിഡ് വന്ന സമയത്ത് നമുക്ക് നല്ല പോലെ അറിയാം, നല്ല പണക്കാർ, കൈ ഒത്തിരി കാശുണ്ട്, ഡൽഹിയിലൊക്കെ കാശ് കൊണ്ട് ഓടി നടക്കുക, ഒരു ഫലമില്ല. ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി അവർ ഓടി നടക്കുക. എന്ത് കാശ് കൊടുക്കാനും ഒരു റെഡിയാണ്. എത്ര വേണം കൈ വെച്ചോണ്ടിരിക്കുക കാശ് കൊടുക്കാനായി. എന്നാൽ ഓക്സിജൻ സിലിണ്ടർ കിട്ടുന്നില്ല. അപ്പോൾ പണത്തിൽ ആശ വെക്കുന്നത് പാടില്ല എന്ന് പറയും. പിന്നെ എന്തിൽ ആശ വെക്കേണ്ടത്? ദൈവത്തിൽ ആശ വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എന്തിൽ ആശ വെക്കാതിരിക്കേണ്ടത്? ഇങ്ങനെ സ്ഥിരതയില്ലാത്ത, നിലനിൽപ്പില്ലാത്ത, വഴുതി പോകുന്നത്, അങ്ങനെയുള്ള ഒന്നിനും ആശ വെക്കരുതെന്നാ പറയുന്നത്. വെക്കരുതെന്ന് പറയുന്ന ഒരു റൂളായിട്ട് അങ്ങനെ ഇതായിട്ട് പറയല്ല. അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ ആശ വെച്ചാൽ പിന്നെ പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ വരും. അത് തക്ക സമയം വരുമ്പോഴത്തേന് അത് ചിലപ്പോ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന കാര്യം തരത്തില്ല. നമ്മുടെ ഇടയിൽ ഒരു കാര്യമുണ്ട്, പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നല്ലതാ. എന്തിനാണെന്നറിയോ? മനസ്സിനെ സ്ട്രോങ് ആക്കാനുള്ള പോസിറ്റീവ് തിങ്കിങ്. പക്ഷെ അത് മെന്റലി വീക്ക് ആയിട്ടുള്ളവർക്ക്, അവരുടെ മെന്റലി സ്ട്രോങ് ആക്കാനായിട്ട്. പക്ഷേ ഇതൊക്കെ ലോകത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. പോസിറ്റീവ് തിങ്ക് ചെയ്യണം, അത് പോസിറ്റീവ് തിങ്ക് ചെയ്താൽ മനം സ്ട്രോങ് ആകും, അതിനൊക്കെ ഗുണമുണ്ട്, നല്ല കാര്യങ്ങളാണ്. ബട്ട് ദാറ്റ് ഈസ് എ വേൾഡി വേ ഓഫ് കീപ്പിംഗ് അപ്പ് പീപ്പിൾ. ജനങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു കാര്യം. എന്നാൽ ബൈബിള് പറയുന്നത്, കാരണം ഈ പോസിറ്റീവ് തിങ്കിങ് എവിടുന്നാ വരുന്നതെന്നറിയാം? നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എവിടുന്നാ വരുന്നത്? നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാ വരുന്നത് ആഗ്രഹങ്ങൾ. പറഞ്ഞതിന്റെ സാരം, ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് പാവപ്പെട്ടവരുടെ ഇടയിൽ ജീവിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ വേറെയാണ്. അധികമൊന്നും ആഗ്രഹങ്ങളില്ല. എന്നാൽ ഒരു ഹൈ സൊസൈറ്റി ജീവിച്ച ആൾക്ക് അവന്റെ ആഗ്രഹങ്ങൾ വേറെയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളും നമ്മളായിരിക്കുന്ന സാഹചര്യം ഇതുമൊക്കെ ആയിട്ട്, ഇറ്റ് ഈസ് നോട്ട് അവർ നീഡ്, ബട്ട് ഇറ്റ് ഈസ് അവർ ഡിസയർ. ഇതിന്ന് അത് നടക്കും എന്നാണ് പോസിറ്റീവ് തിങ്കിങ് പറയുന്നത്. എന്നാൽ വചനം പറയുന്നത്, നിങ്ങൾ ആശിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല, നിങ്ങളുടെ മോഹങ്ങളല്ല, അവിടുന്നല്ല വരേണ്ടത്. ഇറ്റ് ഷുഡ് ബി സംതിങ് വിച്ച് ഈസ് സ്ട്രോങ്, നിലനിൽപ്പുള്ള, സ്ട്രോങ് ആയിട്ടുള്ള യാഥാർത്ഥ്യം, ദ ട്രൂത്ത്. അതിലാണ് നിങ്ങൾ ഹോപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല, നിങ്ങൾ നിലനിൽക്കും. യു വിൽ നെവർ ബി ഷേക്കൻ. നിങ്ങൾ ഒരിക്കലും ഡിപ്രഷനിലേക്ക് പോകില്ല. കാരണം നിങ്ങൾ ആശിക്കുന്നത്, നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് അത് ട്രൂത്താണ്. അതിനൊരു മാറ്റം സംഭവിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കാഠിന്യമായ രോഗത്തിൽ കൂടെ കടന്നു പോകുകയാണെന്ന് വിചാരിച്ചു. എന്റെ കാര്യം തന്നെ എടുത്തു, നിങ്ങളുടെ കാര്യം വിട്, എന്റെ കാര്യം തന്നെ എടുത്തു. ഡോക്ടേഴ്സ് പറയുന്നത് ഇനി ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കില്ല.
ഇങ്ങനെ തന്നെ പാരലൈസ് ആയിട്ട് കിടക്കുന്നു. അതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നാൽ നാളെ എനിക്ക് ദൈവാത്മാവ് ഒരു ഇത് വെളിപ്പെടുത്തി തരിക, ഞാൻ സൗഖ്യമാക്കാൻ പോവാ. ആരാ പറഞ്ഞേ? ദൈവമാ പറഞ്ഞു. നടക്കും, നടക്കും, നടക്കും. നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം. പക്ഷെ അതിന്റെ ഉറപ്പ് വരുന്നത് എവിടുന്നാ? ദൈവത്തിൽ നിന്നവൻ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഊതി വീർപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ അല്ലായിരിക്കും. ദൈവത്തിന് വേറെ ആയിരിക്കും പ്ലാൻ. When God reveals his plan for you, you can hope for it, you can trust it, and you can stand strong. Until and unless it is revealed to you, you cannot be sure of it. You cannot do guesswork here. Amen. Hallelujah. Praise the Lord. ആട്ടെ, ഞാൻ പിന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമ്മള് വേറെ വാക്യങ്ങളുണ്ട്. ഞാൻ രഥങ്ങളിൽ, കുതിരകളിൽ, ഇൻ ദ പ്രിൻസസ് ആൻഡ് ഓൾ, ഐ ഡോണ്ട് ട്രസ്റ്റ് ഇൻ ദം. അതിൽ ആശ്രയിക്കുന്നില്ല. യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ആ വാക്യം പറയുന്ന അപ്പൊ എന്തിനാ ആശ്രയിക്കാത്തത്? ബിക്കോസ് അതും ചിലപ്പോ എന്നെ പെയ്താക്കി എന്ന് വരും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് നടക്കില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പിന്നെയും വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. അപ്പോൾ എന്തിലാണ് ആശ്രയിക്കേണ്ടത് എന്ന്, എന്തിൽ ആശ്രയിക്കേണ്ടാത്തെന്നുള്ളതിന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിലനിൽപ്പില്ലാത്തതിൽ ആശ്രയിക്കേണ്ടത്. ഇവിടെ പണത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ പറയുന്നത്. കാരണം അതിന് നിലനിൽപ്പില്ലാതെ, ദാറ്റ് ഇസ് നോട്ട് സ്ട്രോങ് ഇനഫ്. അപ്പൊ അതിൽ ആശ്രയിക്കരുത്. എന്നാൽ എന്തിൽ ആശ്രയിക്കേണ്ടത്? ദൈവത്തിൽ ഹോപ്പിംഗ്, ഹോപ്പ് ഇൻ ദ ലോർഡ്, ഹോപ്പ് ഇൻ ദ ലോർഡ്. പ്രത്യാശ വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ആൻഡ് വാട്ട് ഡസ് ദാറ്റ് മീൻ? ദൈവം എനിക്ക് ഇത് ചെയ്തു തരും, അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും. അതല്ല. ഹോപ്പ് ഇൻ ദ ലോർഡ്. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ എല്ലാ വർഷവും ഞാൻ അവധിക്ക് വരും. അവധിക്ക് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കും, വൈഫിനോട് ചോദിക്കും എന്തോ വേണ്ടത്, ഞാൻ എന്താ കൊണ്ടുപോകേണ്ടത്. വൈഫ് എന്നോട് പറയുന്ന, അച്ഛാ എനിക്ക് വന്ന ഒന്നും കൊണ്ടുണ്ട്. കാരണം ഭാര്യയുടെ ആഗ്രഹം ഞാൻ വരണമെന്ന്. ഇറ്റ് ഈസ് മീ. ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്റെ വരവാണ്. ഇറ്റ് ഈസ് വിത്ത് മീ ദ പേഴ്സൺ. നമ്മൾ ഗൾഫിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേന് ഒത്തിരി പേര് ആശിച്ചിരിക്കുന്ന എന്താ? എപ്പോഴാ പെട്ടി പൊട്ടിക്കുന്നത്? സ്വർഗത്തിൽ. പണ്ടത്തെ കാര്യമാണ്, ഇന്നത്തെ ഒന്നുമില്ല. പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയും. എപ്പോഴാ പെട്ടി തുറക്കുന്നത്, പെട്ടി പൊട്ടിക്കുന്നത് എപ്പോഴാണ്? അതിനിങ്ങനെ ആശിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ ഭാര്യ ആശിക്കുന്നത് എപ്പോഴാ ഒറ്റയ്ക്ക് കിട്ടുന്നത്. ഈ ആൾക്കാരും തിരക്കുമല്ല, എപ്പോഴാ മാറിപ്പോകുന്നത്, എപ്പോഴാ ഒറ്റയ്ക്ക് കിട്ടുന്നത്. രണ്ടിന്റെ വ്യത്യാസമുണ്ട്. ഹോപ്പ് ഇൻ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ആശിക്കും. വെൻ വിൽ ഐ മേക്ക് ഹിം എന്ന് മാത്രമല്ല, അവന്റെ കൂട്ടായ്മയുടെ സന്തോഷം, അവന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം, അവന്റെ മാർവോട് തല ചായ്ച്ചു വെച്ച് I cuddle into his arms. അതിന്റെ സന്തോഷം. My hope is in the Lord. What he will do, that is his business. Let him do it. ദൈവം ചെയ്യുന്നത് ദൈവത്തിന്റെ ബിസിനസ്സാണ്. I trust him. He will do the best for me. But what I want is him.
ദൈവത്തിൽ, ദ പേഴ്സണിൽ. അപ്പോൾ ഈ ഭാഗത്തും പറയുന്നത് അത് തന്നെയാണ്. ഇനി 1 തെസ്സലോനിക്ക 1:3 ഒന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്ക 1:3. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ യേശുക്രിസ്തുവിനോ കുറിച്ചുള്ള പ്രത്യാശ. അപ്പൊ നമ്മുടെ പ്രത്യാശ ആരെ കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ. അനേക വാക്യങ്ങളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കർത്താവിലാണ് നമ്മുടെ ഹോപ്പ് വെച്ചിരിക്കുന്നത്, പ്രത്യാശ വെച്ചിരിക്കേണ്ടത് കർത്താവിലാണ്. എപ്പ കർത്താവിനെ കാണും? എപ്പ കർത്താവിനെ എന്ന് വരും എന്ന് മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കർത്താവുമായിട്ടുള്ള പ്രത്യാശ വെച്ചിരിക്കുമ്പോൾ അവന്റെ കൂട്ടായ്മയെ ആഗ്രഹിക്കുകയും അവന്റെ സാന്നിധ്യം സന്തോഷിക്കുകയും അവന്റെ സ്നേഹത്തിന്റെ ഊഷ്മത അനുഭവിക്കുകയും ചെയ്യും. നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഭാര്യ അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവർ പെട്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അവർക്ക് ഗിഫ്റ്റ്സാ വലുത്, പക്ഷെ ഭാര്യയ്ക്കോ ഭർത്താവാ വലുത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കർത്താവിൽ നമ്മളെ പ്രത്യാശ വെക്കുക. ഇത് അനേക വാക്കുകൾ ഉണ്ട്. ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി റെഫറൻസ് പറഞ്ഞങ്ങ് പോവുകയാണ്. സാംസ് 71:5, 43:5, 146:5, 42:11, Psalms 39:7, Lamentation 3:24. ഈ വാക്യങ്ങളെല്ലാം ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഒരു വാക്യം വായിച്ചാട്ടെ. സങ്കീർത്തനം 119:114. 119 സങ്കീർത്തനം 114 വാക്യം. ഇവിടെ പറയുന്നത് പ്രത്യാശ വെക്കേണ്ടത് വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തിൽ ആശ വെക്കണം, പ്രത്യാശ വെക്കണം. നീ എന്റെ മറവിടവും എന്റെ പരിചയമാവുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. അടുത്തത് ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന അതിനകത്ത് ഒരു റെഫറൻസ് കൂടെ പറഞ്ഞുതരാം. 119:81 ഓൾസോ. അതേ സങ്കീർത്തനത്തിൽ 81 വാക്യം കൂടെ ഉണ്ട്. വായിക്കേണ്ട, സമയക്കുറവായോണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇതിനെ കുറിച്ച് ഒരു വാക്യം വായിച്ചിട്ട് 2 കൊരിന്ത്യർ 4:16-18 വരെ. 2 കൊരിന്ത്യർ 4:16-18. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ തേജസ്സിന്റെ കഥ അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്, അതാണ് ഹോപ്പ് ചെയ്യുന്നത്. കാണാത്ത കാര്യങ്ങളിലാണ് ഹോപ്പ് ചെയ്യുന്നത്. വേറെ പല വാക്യങ്ങളുണ്ട് തേജസ്സിനെ കുറിച്ച് പ്രത്യാശ വെക്കുന്നത്. റോമൻ 5:1, കൊളോസിയൻ 1:27 ഇങ്ങനെ കാണാം. പിന്നെ ഹോപ്പ്
in his steadfast love. അവന്റെ സ്നേഹത്തിൽ. കാരണം എന്നാ? ദൈവം എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുക ദൈവം എന്നെ കൈവിടത്തില്ല. ആര് വിട്ടാലും, എന്നെ നോക്കാൻ ആര് വിട്ടെങ്കിലും. ഇപ്പൊ തന്നെ ഷോൾഡർ ആൻഡ് എബവ് അല്ലേ ഉള്ളൂ എനിക്ക്, അതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ഹെൽപ്ലെസ് ആയിട്ടുള്ള വ്യക്തിക്ക് എത്ര വർഷം ജീവിക്കും? ആര് നോക്കും? അപ്പോൾ അവന്റെ സ്നേഹത്തിൽ ഞാൻ ആശ വെക്കുന്നു, പ്രത്യാശ വെക്കുന്നു. കാരണം എന്താ? ആ സ്നേഹം അഴിഞ്ഞു പോകുന്നതല്ല, അല്ലെങ്കിൽ തീർന്നു പോകുന്നതല്ല. ആ സ്നേഹത്തിൽ അവൻ എന്നെ കൈവിടത്തില്ല. ആ സ്നേഹത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനം 33:18. അതിനോട് അപ്പം 147 ഉണ്ട്, അത് വായിക്കണ്ട. 33:18 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 33:18. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അതല്ലേ 147:7 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 147:7. ഇപ്പൊ വായിച്ച 33:18 വായിച്ചേ? അതെ അതെ പാസ്റ്റർ. ഓക്കെ, എന്നാ 147:7 ഒന്ന് വായിച്ചാൽ. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിനെ കീർത്തനം ചെയ്യുവീൻ. ഞാനിത് വേറെ ആളെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. അതെന്തോ റെഫറൻസിൽ എന്തോ കുഴപ്പം വന്നെന്ന് തോന്നുന്നു. അതോ ഇംഗ്ലീഷും മലയാളവുമായിട്ട് വരുമ്പോൾ അതിന്റെ വ്യത്യാസമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ അവിടെ വായിച്ച വാക്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹോപ്പ് ഇൻ ഹിസ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ്. അപ്പോൾ അവന്റെ സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, ഇറ്റ് ഈസ് സ്റ്റെഡ്ഫാസ്റ്റ്. ആ സ്നേഹത്തിൽ ഹോപ്പ് വെക്കുക. അതൊരിക്കലും വഴുതി പോകത്തില്ല, നിലനിൽക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. അത് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാം ആ വാക്യം. ഓക്കെ, അടുത്ത വിഷയം ഹോപ്പ് ഓഫ് എറ്റേണൽ ലൈഫ്, നിത്യജീവൻ. നിത്യജീവനെ കുറിച്ചും നമുക്ക് പ്രത്യാശ വെക്കാം. കാരണം അത് സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ട്രൂത്ത്, അത് ഒരിക്കലും മാറിപ്പോകുന്ന കാര്യമല്ല. തീത്തസ് 1:1-2 വാക്യം. ടൈറ്റസ് chapter 1 verse 1 and 2. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അപ്പൊ പ്രത്യാശ എന്തിനാ? നിത്യജീവൻ. ഓക്കെ ഓക്കെ. അടുത്തത് ഗ്രേസ് അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് വാക്യം എടുക്കേണ്ട. 1 പത്രോസ് 1:13. ഞാൻ ഇത് വേഗത്തിൽ പറഞ്ഞു പോട്ടെ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോട്ടെ. ഗ്രേസ് അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അടുത്ത പോയിന്റ്, റിച്ചസ് ഓഫ് എ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന a glorious inheritance, നമ്മുടെ പിതാവിൽ നിന്ന് നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന അത്യന്ത ധനം, അതിനെക്കുറിച്ച് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ്, അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യാശിക്കാൻ പറയുന്നത് എഫീഷ്യർ 1:18 ഒന്ന് വായിച്ചു. എഫീഷ്യർ 1:18. അവന്റെ വിടലുള്ള ആശ ഇന്നതെന്നും വിസ്തന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. മഹിമാധനം, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, അതിൽ ആശിക്കാനാ പറയുന്നത്. അവൻ സ്തോത്രം. അപ്പോൾ അടുത്ത പോയിന്റ് ഹോപ്പ് ഓഫ് സാൽവേഷൻ. നമ്മൾ സാൽവേഷൻ പ്രാപിക്കും. 3 സെന്റൻസ് ഉണ്ട് കേട്ടോ.
we are saved, we are being saved, and we will be saved. Will be saved എന്നുള്ളത് കാര്യം ഇവിടെ പറയുന്ന ഹോപ്പ് ഓഫ് സാൽവേഷൻ, കംപ്ലീറ്റ് ഗ്ലോറിഫിക്കേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1 തെസ്സലോനിക്കർ 5:8 വായിക്കണ്ട. ഇത്രയും കൂട്ട കാര്യം ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് ഹോപ്പ്? 2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമൻസ് 15:4. എങ്ങനെയാണ് ഹോപ്പ് നമ്മൾ പ്രാപിക്കുന്നത്? റോമൻസ് 15:4. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ സ്ക്രിപ്റ്റേഴ്സ്, ദൈവവചനം, അത് എഴുതിയിരിക്കുന്നത് എന്തിനാ? നമുക്ക് പ്രത്യാശ ഉളവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വചനത്തിൽ കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തത് റോമാലേഖനം 16:13. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. 16:13 വായിച്ചേ. അതെ, 11:13 വായിച്ചാൽ. 11:13. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ചു. അവരിൽ ചിലർ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷ പുകഴ്ത്തുന്നു. സോറി, കാരണം വചനം തെറ്റിപ്പോയി. ആക്ച്വലി ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവിൽ ആണ് നമുക്ക് പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വളർത്തിപ്പിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ ആക്ച്വലി എനിക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ, കൈക്ക് സ്വാധീനമില്ലല്ലോ. അപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുക്കുകയും വേറെ ആൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ അതിലൊക്കെ തെറ്റ് വന്നു പോയതാണ് ഇത് വന്നത്. ബട്ട് ഞാൻ ആ ടോപ്പിക്ക് ഞാൻ പറയട്ടെ. ഇറ്റ് ഈസ് ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഈ 2 കാര്യത്തിലാണ് നമുക്ക് പ്രത്യാശ വരുന്നത്. കാരണം സത്യത്തെ വെളിപ്പെടുത്തുന്നത് സ്ക്രിപ്ചറാണ്. ഞാൻ അപ്പോൾ പറഞ്ഞു എന്തിൽ വിശ്വസിക്കേണ്ട, എന്ത് ആശിക്കണം, എന്ത് ആശിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം നമുക്ക് എങ്ങനെയാണ് പ്രത്യാശ ലഭിക്കുന്നതുള്ള. ഇനി ജീവിതത്തെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഒരു ക്രിസ്ത്യൻ ലൈഫ് പ്രത്യാശയിൽ എക്സാമ്പിൾ പറഞ്ഞിട്ട് അതിൽ കൂടെ ഞാൻ എൻ്റെ ഈ പുസ്തകം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആശിക്കുന്നത് കിട്ടുമെന്നും പറഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ഇറ്റ്സ് എ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് വേ. പിള്ളേരോട് പറയുന്നത് നീ നല്ല മാർക്ക് കൊണ്ടുവന്നാൽ നിനക്ക് ഇത് മേടിച്ചു തരാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പിള്ളേരെ പഠിക്കും. കിട്ടിയില്ലെങ്കിലും അടിവാക്കും. അപ്പൊ എല്ലാ സ്ഥാനത്തും ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്നുള്ള ഒരു പദ്ധതിയാണ് ജീവിതത്തിലുള്ളത്. അപ്പോൾ ഈ ആശ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് എ ക്യാരറ്റ് ടു ദ റാബിറ്റ്. റാബിറ്റിന്റെ മുമ്പിൽ ക്യാരറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ക്യാരറ്റിന്റെ പുറത്ത്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിന് നീ ആശിക്കുന്ന കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നത്. ഒരു സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ്, ആശയാണ്. കാരണം എന്നാ? അതാ നല്ല സ്ഥലം. അമേരിക്കയിൽ പോകണമെന്നുള്ള ആഗ്രഹിക്കുന്ന പോലെ സ്വർഗത്തിലും പോകണം. സോ ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ ദ പീപ്പിൾ ടു ഗോ ദർ. എന്നാൽ ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കണം, ഈ ആശ, ഹോപ്പ് ഫിൽഡ് ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് കോളേജിൽ പഠിക്കുക, എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്ന് വിചാരിച്ചു പഠിക്കുക. ഈ ഓരോരുത്തരും ഓരോ വേ ഓഫ് തിങ്കിങ്, ക്രിസ്ത്യൻ വേ ഓഫ് തിങ്കിങ്ങിനെ കുറിച്ചാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഞാനിപ്പോ എക്സാമ്പിൾ പറയാൻ പോകും. അവരുടെ ആറ്റിറ്റ്യൂഡ്, ക്രിസ്ത്യൻസിന്റെ ആറ്റിറ്റ്യൂഡാ പറയുന്നത്. അതിനകത്തൊരു പയ്യൻ, അവൻ ആഗ്രഹിക്കുന്നു, അവൻ സ്വപ്നം കാണുന്നു, ഒരു ഹൈ സാലറി ജോബ് അവന് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ചെയ്യുന്നു.
അവൻ അതുകൊണ്ട് എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പനെ അമ്മയും ഇത് ചെയ്യണ്ട, അതുകൊണ്ട് എന്നാ ചെയ്യുന്നേ? ഓക്കെ, ഞാൻ മാർജിൻ പിടിച്ചു വെക്കാം, നമ്പർ കുറച്ച് കൂടുതൽ മേടിച്ചേക്കാം, എനിക്ക് സപ്ലി ഒന്നും കിട്ടരുത്, അതൊക്കെ നോക്കും. എന്നാൽ കൂടുതലും അവന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നറിയാമോ? എങ്ങനെ അവന്റെ ആഗ്രഹങ്ങളൊക്കെ ഇത് ചെയ്യാം, ലോകത്തെ എങ്ങനെ അനുഭവിക്കാം, എങ്ങനെ സന്തോഷിക്കാം, അവിടെയാണ് അവന്റെ കൂടുതലും മനസ്സ്. അടിച്ച് പൊളിച്ച് ജീവിക്കുക. എന്നാ നോക്കുക, മറ്റേത് കൈവിട്ട് പോകരുത്. അത് കൈവിട്ട് പോകുകയും വേണ്ട, എന്നാൽ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഇതൊരു ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻ ലിവിങ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻ ലിവിങ്, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റ് ആകട്ടോ, ആ സ്റ്റുഡന്റിന് ഒരു ഹൈ സാലറി ജോബ് വേണം. അതിന് അവൻ കഠിനാധ്വാനം ചെയ്യുക, നോക്കുക ഞാൻ എന്ത് പഠിച്ചാൽ, എങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ എനിക്ക് ആ ഹൈ സാലറി ജോബ് കിട്ടും, എങ്ങനെ കിട്ടും. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഹാർഡ് ലേബർ കൊടുത്തോണ്ടിരിക്കുക. എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം, ഏത് കോഴ്സ് എക്സ്ട്രാ പഠിക്കണം, ഇതെല്ലാം നോക്കി ചെയ്ത് എന്തിനാന്നറിയാമോ? അവന് ആ ഹൈ സാലറി ജോബ് അത് കിട്ടണം. ഇതാണ് വേറൊരു കൂട്ടർ ക്രിസ്ത്യൻസ്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടർ, അതാരാന്നറിയാം? വലിയ പണക്കാരൻ, അപ്പൻ വലിയ ഇൻഡസ്ട്രി ഉണ്ട്. അവൻ വന്ന് പഠിക്കുമ്പോൾ അവനറിയാം ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ഈ രണ്ടാമത്തവന് ഉറപ്പില്ല കേട്ടോ, അവൻ കിട്ടണം കൈവിട്ടു പോയതെന്ന് പറഞ്ഞാൽ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ മൂന്നാമത്തവന് ഉറപ്പുണ്ട്, എന്നാ എന്റെ അപ്പന്റെ അടുത്തുണ്ടെന്നേ, അപ്പൻ എനിക്ക് തരാനിരിക്കുന്നേ. അവൻ പിന്നെ അവൻ പഠിക്കുന്നതിനാ, അവൻ പഠിക്കുന്നത് മാക്സിമം നോളേജ് കിട്ടി അവനെ തന്നെ ഒതുക്കാനായിട്ടാണ് പഠിക്കുന്നത്. He's building himself up. But at the same time, he's having confidence of his hope. ആ ഹോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് അവൻ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ he is more relaxed and he builds himself. അവൻ ഒരു കോമ്പറ്റീഷനിൽ പോകുന്നില്ല, ആരുമായിട്ട് കോമ്പറ്റീഷൻ ഇല്ല. He is enriching himself. He is enjoying and enriching himself. He is not involved in any other thing. Number 2, അവൻ ആഗ്രഹിക്കുന്ന എന്റെ കോളേജിൽ നിന്ന് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വേണം, എന്നാലേ നമ്മുടെ പ്ലാന്റിലൊക്കെ ജോലി കൊടുക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യും, ബിൽഡപ്പ് ചെയ്യും. എത്ര പേരെ രക്ഷപ്പെടുത്താൻ പറ്റും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹോപ്പ് ഫിൽഡ് ക്രിസ്ത്യൻ ലിവിംഗ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ. നമ്മൾ രണ്ടാമത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചു അതായിരിക്കും, രണ്ടാമത്തെ ആയിരിക്കും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് ക്രിസ്ത്യൻ ലിവിംഗ്. ക്രിസ്ത്യൻ ലിവിംഗ് ഈസ് എ ജോയസ് ലിവിംഗ്. നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒന്നും പോകുന്ന കാര്യമല്ല, അത് ഗ്യാരണ്ടീഡാ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ ഉറപ്പ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ അച്ചാരമായി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിൽ ഉറപ്പ് വേണം. അതാ വിശ്വാസം, ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15:19 പറയുന്നത് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പൊ ലോകത്തിൽ പ്രത്യാശ അതാ ഫസ്റ്റ് കൂട്ടത്തെ കുറിച്ചാണ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് ആ വചനം.
ലോകത്തിൽ പ്രത്യാശ, അതൊക്കെ വെക്കാതെ കുഴപ്പമൊന്നുമില്ല. ലോകത്തിലൊക്കെ പ്രത്യാശ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ കുറിച്ച് ഞാൻ ഉറച്ച് ഇത് ചെയ്യണ്ട. ഉറച്ചു നിൽക്കേണ്ടത് ഏതിലാ? ദൈവം പറഞ്ഞ, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ ലൈഫ് ഷുഡ് ബി ഈ പ്രത്യാശ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യാശ നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു കോൺഫിഡന്റ് ലൈഫായിരിക്കും. കാരണം നമുക്കൊരു നഷ്ടമില്ലെന്നേ. രോഗം വന്നാൽ എന്താ, കിടപ്പിലായാൽ എന്താ, എന്തോ നഷ്ടപ്പെടാനിരിക്കുന്നത്? നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഓൾറെഡി വെച്ചിട്ടില്ലേ? അതൊക്കെ നഷ്ടപ്പെടുമോ? നമ്മൾക്ക് തേജസ്സിന്റെ ഒരു കിരീടം നമുക്ക് തന്നിട്ട് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് പോവോ? പോകുന്നതല്ല, പോകാനുള്ളത് തന്നെയാ. നമ്മൾ അതിലല്ലല്ലോ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പോകുന്നതിൽ നമുക്ക് ദുഃഖമില്ലല്ലോ. അതെ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ആ സാഹചര്യങ്ങൾ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഈ പ്രത്യാശയുള്ളവർ മറ്റുള്ളവരെയും ഒരുക്കും, അനേകരെ തയ്യാറാക്കും. ഈ പ്രത്യാശ ഉള്ളവർ സ്വയത്തെ ഒരുക്കും, സ്വയത്തെ ശുദ്ധീകരിക്കും, ഒരുക്കും എന്ന് മാത്രമല്ല മറ്റുള്ളവരെയും ഒരുക്കുക തന്നെ ചെയ്യും. And life is not filled with tension. അയ്യോ കൈവിട്ടുപോയാലോ എന്നൊന്നുമല്ല. ഉറപ്പോട് കൂടി, ധൈര്യത്തോടു കൂടി, ഒരു സന്തോഷത്തോടു കൂടിയാണ് അവന്റെ ജീവിതം നയിക്കുന്നത്. ഈ ലോകത്തിൽ എത്ര കഷ്ടത വന്നാലും, എത്ര പ്രതികൂലമായ സാഹചര്യം വന്നാലും അവൻ ഉറച്ചു നിൽക്കും. കാരണം എന്ത്? എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അവകാശം ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും. അതെങ്ങും പോവില്ല. എനിക്ക് ലഭിക്കേണ്ടത് എനിക്ക്. അതാണ് ഹോപ്പ് ഫിൽഡ് ക്രിസ്ത്യൻ ലിവിംഗ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം ഈ ദിവസങ്ങളിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതില് വളരെയധികം ഉറപ്പ് കൊടുക്കുകയും ആ ഉറപ്പോടുകൂടി ഈ ജീവിതം നയിക്കുവാനുള്ള കൃപയും തരികയും ചെയ്യട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.